ജോഹാൻ ക്രൈഫ് എന്ന പേര് ഫുട്ബോൾ ചരിത്രത്തിലെ വെറുമൊരു കളിക്കാരന്റെ പേര് മാത്രമല്ല, ഫുട്ബോളിലെ മുഴുവൻ ചിന്താഗതിയെയും മാറ്റിമറിച്ച ഒരു വിപ്ലവകാരന്റെ പേരാണ്. സോ ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ജോഹാൻ ക്രൈഫ് എന്ന ഫുട്ബോൾ ഇതിഹാസത്തിന്റെ കഥയാണ്. ഞാൻ ക്രൈഫിനെ കുറിച്ച് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ അതിൽ കുറെ ആൾക്കാർ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ഫുൾ ലൈഫ് സ്റ്റോറി വേണമെന്ന്. അപ്പം അധികം ലാഗ് അടിപ്പിക്കാണ്ട് ഡയറക്റ്റ് നമുക്ക് കഥയിലേക്ക് കടക്കാം. വർഷം 1947 ഏപ്രിൽ 25 ആംസ്റ്റർഡാം എന്ന നഗരത്തിലാണ് ജോഹാൻ ക്രൈഫ് ജനിക്കുന്നത്. ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു അദ്ദേഹത്തിന്റേത്. 10ാം വയസ്സിൽ തന്നെ പിതാവിന്റെ മരണ വാർത്ത തന്നെ വലിയ ട്രോമയിലേക്ക് നയിച്ചെങ്കിലും അദ്ദേഹത്തിന് വഴിത്തിരിവായത് തന്റെ വീടിനടുത്തുള്ള FC അജാക്സ് ക്ലബ് ആയിരുന്നു. ജോഹാൻ ക്രൈഫിന്റെ അമ്മ അജാക്സ് ക്ലബിലെ ഒരു തൂപ്പുകാരിയായിരുന്നു. ആ ഒരു വഴിയെ ചെറുപ്രായത്തിൽ തന്നെ ക്രൈഫും ആ ഒരു ക്ലബിൽ ചേർന്നു. എന്നാൽ കുട്ടിക്കാലത്ത് തന്നെ കളിച്ചു വളർന്ന ക്ലബിൽ നിന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഉയർച്ചയും. അദ്ദേഹത്തിന്റെ വേഗതയും ഡ്രിബിളിംഗും പാസിംഗും എല്ലാം മറ്റു താരങ്ങളിൽ നിന്നും വേറെ വ്യത്യസ്തമായിരുന്നു. പിന്നീട് 1964 അജാക്സിന്റെ സീനിയർ ടീമിലേക്ക് അദ്ദേഹം ഇടം പിടിക്കുന്നു. സീനിയർ ടീമിൽ ഇടം പിടിച്ച ആദ്യ മത്സരത്തിൽ തന്നെ തന്റെ കഴിവ് തെളിയിച്ചുകൊണ്ട് അദ്ദേഹം ഗോളുകളെല്ലാം അടിച്ചുകൂട്ടിയിരുന്നു. ആ ഒരു നേരത്താണ് അജാക്സ് കോച്ചായിരുന്ന മൈക്കിൾ ടോട്ടൽ ഫുട്ബോൾ എന്ന ഫുട്ബോൾ ശൈലി കൊണ്ടുവരുന്നത്. മൈക്കിൾ കൊണ്ടുവന്ന പുതിയ ഫുട്ബോൾ ശൈലിയുടെ ഹൃദയമായി മാറിയത് ക്രൈഫ് തന്നെയായിരുന്നു. ടോട്ടൽ ഫുട്ബോൾ എന്ന ആ ഒരു ശൈലിയുടെ രീതികൾ ഇങ്ങനെയായിരുന്നു: എല്ലാ കളിക്കാരും പലതരം പൊസിഷനുകളിൽ കളിക്കും. ആക്രമണവും പ്രതിരോധവും എല്ലാ കളിക്കാരും ഒരുമിച്ച് നടത്തും. പന്തില്ലാത്ത സമയത്തും കളിക്കാർ നിരന്തരം നീങ്ങും. ഇതൊക്കെയായിരുന്നു അന്ന് മൈക്കിൾ കൊണ്ടുവന്ന രീതിയിൽ ക്രൈഫിന്റെ നേതൃത്വത്തിൽ അജാക്സിൽ നടന്നത്. 1970 മുതൽ 73 വരെ അജാക്സ് യൂറോപ്പിലെ ഏറ്റവും വലിയ രാജാക്കന്മാരായി മാറിയിരുന്നു. ക്രൈഫിന്റെ നേതൃത്വത്തിൽ കളിച്ചു വന്നിരുന്ന അജാക്സ് 3 തവണ യൂറോപ്യൻ ജേതാക്കളായി. 1971, 73, 74 അക്കാലത്ത് ഏറ്റവും മികച്ച കളിക്കാരനുള്ള ബാലൻഡിയോർ പുരസ്കാരമായി ജോഹാൻ ക്രൈഫ് എന്ന ഇതിഹാസം 3 തവണയാണ് നേടിയെടുത്തത്. അജാക്സിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്രൈഫ് ഒരു മാസ് തന്നെയായിരുന്നു. പിന്നീട് പല വമ്പൻ ക്ലബ്ബുകളുടെയും നോട്ടപ്പുള്ളിയായി അദ്ദേഹം മാറിക്കഴിഞ്ഞിരുന്നു. അങ്ങനെയാണ് 1973 അദ്ദേഹം ബാഴ്സലോണയിലേക്ക് കൂടുമാറുന്നത്. ക്രൈഫിന്റെ 2ാം അധ്യായമായി ഇത് തുടങ്ങുമ്പോൾ അക്കാലത്ത് ബാഴ്സലോണയുടെ ഏറ്റവും വലിയ എതിരാളികളായിരുന്ന റയൽ മാഡ്രിഡിനെ 5-0 എന്ന സ്കോറിൽ ക്രൈഫിന്റെ നേതൃത്വത്തിൽ തകർത്തെറിയുമ്പോൾ ബാഴ്സലോണ ആരാധകർ ക്രൈഫിനെ സൈൻ ഇൻ ചെയ്തതിൽ ഏറെ സന്തുഷ്ടമായിരുന്നു. ഏറെ കാലം ബാഴ്സലോണയിൽ എതിരാളികൾക്ക് ഭയം വാരിയിട്ട ഒരു നല്ലൊരു കളിക്കാരനായി അദ്ദേഹം മാറിക്കഴിഞ്ഞിരുന്നു. അവസാനം ബാഴ്സലോണയിൽ നിന്നും അദ്ദേഹം പടിയിറങ്ങുന്നു. പിന്നീട് അദ്ദേഹം അമേരിക്കയിലെ ചെറിയ ചെറിയ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചിരുന്നു. അതിനുശേഷം അജാക്സിലേക്ക് അദ്ദേഹം വീണ്ടും മടങ്ങി വന്നു. 1984 ക്രൈഫ് ഫുട്ബോൾ ജീവിതം അവസാനിപ്പിച്ച് കോച്ച് സ്ഥാനത്തേക്ക് വരുന്നത്. ഒരു നല്ല പരിശീലകനായി അദ്ദേഹത്തിന് അവിടെയും മാറാൻ കഴിഞ്ഞിരുന്നു. താൻ കളിച്ചു തീർത്ത അതേ അജാക്സിലും ബാഴ്സലോണയിലുമായി അദ്ദേഹം മാറി മാറി പരിശീലനം ഏറ്റെടുത്തു. ഇന്നത്തെ ആധുനിക ഫുട്ബോളിലെ കോച്ചുമാർക്കെല്ലാം ക്രൈഫ് ഒരു പ്രധാനമാണ്. പെപ് ഗാർഡിയോളയും ആൻഡ്രോ ഇനീസ്റ്റയും സാവി ഹെർണാണ്ടസും എല്ലാം ക്രൈഫിന്റെ ചിന്താഗതിയിൽ നിന്ന് വളർന്നു വന്നവരാണ്. 2016 മാർച്ച് 24 ഫുട്ബോൾ ലോകം ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നത്. സോ ഹലോ ഗൈസ്, ജോഹാൻ ക്രൈഫ് എന്ന ഇതിഹാസത്തിന്റെ കഥ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ആരുടെ സ്റ്റോറി വേണമെന്ന് താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മടിക്കരുത്. ഏറ്റവും കൂടുതൽ ആരുടെ കഥയാണ് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത്, അയാളുടെ സ്റ്റോറി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ, ഗുഡ് ബൈ ഓൾ.